ഹലോ, എല്ലാവർക്കും സ്കെച്ച് മീഡിയയിലേക്ക് സ്വാഗതം. നമുക്കിന്നൊരു സിമ്പിൾ ഐറ്റം ഉണ്ടാക്കിയാലോ? നേന്ത്രപ്പഴം കൊണ്ട് ഒരു കേക്ക്. നേന്ത്രപ്പഴം മുട്ടയും മാത്രം ഉപയോഗിച്ചിട്ട് നമുക്കൊരു അടിപൊളി കേക്ക് ഉണ്ടാക്കാം, വളരെ സിമ്പിളായിട്ട്. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു മീഡിയം സൈസിലുള്ള 2 നേന്ത്രപ്പഴം. അതിനെ ഞാൻ 4 കട്ട് ചെയ്ത ശേഷം അതിന് ചെറിയ പീസസ് ആക്കിയതാണിത്. ഇനി ഇതിനെ നമുക്ക് നെയ്യിലിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. അതിനുശേഷം നമുക്കിതിനെ മുട്ടയിൽ മിക്സ് ചെയ്യണം. നെയ്യിലിട്ട് വഴറ്റാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് നെയ്യിട്ട് കൊടുക്കുക. നെയ്യൊക്കെ നമ്മുടെ ഇഷ്ടത്തിനിടാം. ഞാനിവിടെ മിൽമയുടെ നെയ്യ് കുറച്ച് ഇട്ടിട്ടുണ്ട്. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. ഞാനൊരു 10 അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. അതിനെ ചെറിയ പീസാക്കി കട്ട് ചെയ്തതാണിത്. അതിനെ ഒന്ന് മൂപ്പിച്ചെടുക്കാം നമുക്ക് നെയ്യിലിട്ട്. അണ്ടിപ്പരിപ്പ് മാത്രമല്ല കേട്ടോ, നമുക്കിതിൽ മുന്തിരിയൊക്കെ ഇടാം. പക്ഷേ മുന്തിരി ഇവിടെ ആർക്കും താല്പര്യമില്ല, അതുകൊണ്ടാണ് ഞാൻ ഇടാത്തത്. അണ്ടിപ്പരിപ്പ് ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ഈ നേന്ത്രപ്പഴം അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിനെ നെയ്യിലിട്ട് നന്നായി ഒന്ന് വാട്ടിയെടുക്കണം. ഇതിപ്പോൾ നമ്മൾ ചില പഴങ്ങൾ പുറമേ തൊലി കറുത്തിട്ട് പഴുപ്പ് കൂടിയ പഴങ്ങളില്ല, അതുകൊണ്ടൊക്കെ ഇത് ചെയ്യാം. കാരണം ഇത് നമുക്ക് പഴം ഇതിലിട്ട് വാട്ടുമ്പോൾ ഒന്ന് കുഴഞ്ഞു പോയാൽ ഒരു പ്രശ്നമില്ല, ടേസ്റ്റ് കൂടെയുള്ളൂ നമ്മൾ മുട്ടയിൽ മിക്സ് ചെയ്ത് കേക്ക് ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ ആ പഴം കൊണ്ടെല്ലാം നമുക്കിത് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് ഇപ്പോൾ 1 ടീസ്പൂൺ പഞ്ചസാര ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മളിപ്പോൾ ജസ്റ്റ് ആഡ് ചെയ്യുന്നത് നമുക്ക് മുട്ടയിൽ മിക്സ് ചെയ്യുമ്പോൾ മധുരം കുറവാണെന്ന് തോന്നിയാൽ ആ മുട്ടയിൽ ഇട്ട് കൊടുത്താലും മതി. ഇപ്പോൾ തന്നെ ഇടണമെന്ന് ഒരു നിർബന്ധമില്ല. ഞാനെന്തായാലും ഇപ്പോൾ 1 സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പഴം ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇവിടെ. ഇനി നമുക്ക് ഇതിലേക്കുള്ള മുട്ട റെഡിയാക്കാം. ഞാൻ 2 മുട്ടയാണ് എടുക്കുന്നത്. 2 മുട്ട ഫുള്ള് എടുക്കുന്നുണ്ട്. അതെടുത്ത ശേഷം നമുക്ക് ഇതൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ബീറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ ഒരുപാട് ബീറ്റ് ചെയ്യേണ്ട, സ്പൂൺ കൊണ്ടോ ബീറ്റർ കൊണ്ടോ ജസ്റ്റ് ഒന്ന് കുറച്ച് ബീറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് 1 സ്പൂൺ പഞ്ചസാര കൂടി ഞാനിപ്പോൾ ആഡ് ചെയ്യുന്നുണ്ട്. ഒരു ഒരു സ്പൂൺ ഫുള്ളില്ല. പിന്നെ കുറച്ച് ഏലക്കായുടെ പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക്. ഇനി നമുക്ക് നേരത്തെ റെഡിയാക്കിയ പഴം ഇതിലേക്ക് ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്യാം. ഇത് മിക്സ് ചെയ്തിട്ട് നമുക്ക് മധുരം നോക്കുക, കുറവാണെന്ന് തോന്നിയാൽ ഇനിയും പഞ്ചസാര വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ നോക്കിയപ്പോൾ മധുരം ഒക്കെയാണ്. ഇനി നമുക്കിത് ഒരു പാനിലേക്ക് ഒഴിച്ച് വെക്കാം. ഇത് ഞാൻ പഴം വാട്ടാനെടുത്ത അതേ പാനാണ്, അതിലേക്ക് തന്നെ നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ താഴെ ഞാനൊരു തവ വെച്ചിട്ടുണ്ട്. നിർബന്ധമില്ല, പക്ഷേ അത് വെച്ചാൽ നമുക്ക് ഒന്നുകൂടെ ഒരു കരിഞ്ഞു പിടിക്കില്ല, ഒരു ഉറപ്പാണ്, അതിന് വേണ്ടിയിട്ട് വെച്ചതാണ്. ഇത് ഒഴിച്ചിട്ട് ഒന്ന് പരത്തി കൊടുക്കുക, മുകൾ ഭാഗം ഒന്ന് പരത്തി കൊടുക്കുക. ഇതിന് മുകളിൽ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ബദാമോ അല്ലെങ്കിൽ ഇനി വേറെ അണ്ടിപ്പരിപ്പോ മുന്തിരിയോ എന്ത് വേണമെങ്കിലും വെക്കാം. ഞാനിപ്പോൾ അതൊന്നും വെക്കുന്നില്ല. ഇതിൻ്റെ മുകൾ ഭാഗം ജസ്റ്റ് ഒന്ന് സ്പൂൺ കൊണ്ട് ഒന്ന് പരത്തി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് തീ നന്നായിട്ട് കുറച്ച് വെക്കണം. ഫ്ലെയിം നല്ല കുറച്ച് വെച്ച ശേഷം നമുക്ക് ഒരു 7-8 മിനിറ്റ് നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോഴേക്കും വെന്തിട്ടുണ്ടാകും. മിനിറ്റ് എന്ന് ഞാൻ ഏകദേശം ഒരു കണക്ക് പറഞ്ഞതാണ്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കണം, സൈഡൊന്നും കരിഞ്ഞ് പിടിക്കുന്നില്ലല്ലോ എന്നൊന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ്. ഞാനിപ്പോൾ ഇത് അടച്ച് വെച്ചിട്ടുണ്ട്. ഫ്ലെയിം നന്നായി കുറച്ച് വെക്കാം. എൻ്റെ ഇതാ റെഡി ആയിട്ടുണ്ട്. ഏകദേശം ഒരു 7 മിനിറ്റ് തന്നെയാണ് എടുത്തത്. ടൂത്ത് പിക്ക് കൊണ്ടൊന്ന് കുത്തി നോക്കിയാൽ നമുക്കറിയാൻ പറ്റും ഉള്ളിലൊക്കെ വെന്തിട്ടില്ലേ എന്ന്. പിന്നെ വലിയ കട്ടിയില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് വേവുകയും ചെയ്യും. ഇനി നമുക്കിത് സേവിങ് ഡിഷിലേക്ക് മാറ്റാം. നന്നായി തണുത്ത ശേഷം വേണം ഇത് സേവിങ് ഡിഷിലേക്ക് മാറ്റാം, അപ്പോൾ നമുക്ക് ചട്ടിയിൽ നിന്ന് പെട്ടെന്ന് കിട്ടും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.